ശ്രീ എസ് സജീവൻ, ഇപ്പോൾ സംസ്ഥാന കോൺഗ്രസിനെയും ദേശീയ കോൺഗ്രസിനെയും ഒക്കെ വെട്ടിലാക്കിക്കൊണ്ട് തരൂർ ഇങ്ങനെ മുന്നേറുകയാണ്. ചില ഇടവേളകൾ എടുത്ത ശേഷം ഇടയ്ക്കിടയ്ക്ക് തരൂർ ഇങ്ങനെ ചെയ്യാറുണ്ട്. ഇത് ശ്രീകുമാർ പറഞ്ഞതുപോലെ ഒരു പ്രത്യേക ഇളവുള്ള നേതാവായി തരൂരിനെ ഇനി കാണാമോ? കോൺഗ്രസ് അങ്ങനെ ക്ഷമയോടെ ഈ പ്രതികരണങ്ങളും എടുക്കുമോ? ഇതിൽ ശശി തരൂർ താങ്കൾ പറഞ്ഞ പോലെ പലപ്പോഴായിട്ട് കോൺഗ്രസിൻ്റെ നേതാവായിട്ടുള്ള നിലപാടിന് വ്യത്യസ്തമായിട്ട് അഭിപ്രായങ്ങൾ പറയാറുണ്ട്. പക്ഷേ അത് കോൺഗ്രസിനെ വെട്ടിലാക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അദ്ദേഹത്തിന് ഇളവുകൾ കൊടുക്കുക എന്ന് പറയുന്നത് കോൺഗ്രസിന് തീരുമാനിക്കാവുന്ന കാര്യമാണ്. കാരണം കോൺഗ്രസിൻ്റെ പ്രവർത്തക സമിതി അംഗമാണെങ്കിലും കോൺഗ്രസിൻ്റെ MP ആണെങ്കിലും ഇങ്ങനെയൊക്കെ വളരെ കൃത്യമായിട്ടൊരു പ്രവർത്തിക്കേണ്ട ആൾ ഇങ്ങനെ പെരുമാറാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അച്ചടക്ക നടപടി എടുക്കുകയാണെങ്കിൽ അത് ചെയ്യാം. പക്ഷേ ശശി തരൂരിന് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ വന്നിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ലേഖനവും അതിനുശേഷം അദ്ദേഹം നടത്തിയ പ്രതികരണവുമാണ്. ആ പ്രതികരണം ആരും ശ്രദ്ധിച്ചായിട്ട് പോലും തോന്നുന്നില്ല. സത്യത്തിൽ ശശി തരൂർ എഴുതിയ ലേഖനം പൂർണ്ണമായിട്ടും മനസ്സിരുത്തി വായിച്ചിട്ടാണോ അനുകൂലമായിട്ടും എതിരായിട്ടും പറയുന്ന ആളുകൾ പറയുന്നത് എന്നെനിക്ക് സംശയമുണ്ട്. കാരണം ശശി തരൂരിൻ്റെ ലേഖനത്തിൽ പ്രകീർത്തിക്കുക എന്നുള്ള ഒറ്റ കാര്യം മാത്രമല്ല ഉള്ളത്. അദ്ദേഹം തന്നെ പിന്നീട് ലേഖനം എഴുതിയതിന് ശേഷം ഇത് വിവാദമായപ്പോൾ അദ്ദേഹം നടത്തിയുള്ള പ്രതികരണം നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതാണ്. അദ്ദേഹത്തിൻ്റെ പ്രതികരണം നമ്മൾ കേട്ടതാണല്ലോ. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ആധികാരികമായ രേഖകളുടെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞിട്ടുള്ളത്. ആ രേഖകളിൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അത് ചർച്ച ചെയ്യാവുന്ന കാര്യമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞുള്ളത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ശശി തരൂർ പറഞ്ഞത് ഈ പിണറായി സർക്കാരിനെ പ്രകീർത്തിക്കുന്ന അല്ലെങ്കിൽ മോദിയെ പ്രകീർത്തിക്കുന്ന ആളായിട്ട് മാറുന്നു, അദ്ദേഹം ഇടത്തോട്ടോ വലത്തോട്ടൊക്കെ തിരിയുന്നുണ്ടോ എന്നുള്ളതല്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് അദ്ദേഹം പലപ്പോഴും അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ അദ്ദേഹം വ്യക്തമാക്കി. എനിക്ക് പ്രസക്തമാണ് എന്ന് തോന്നുന്ന കാര്യങ്ങൾ പലപ്പോഴും പറയും. ഇത് പണ്ടൊരു നേതാവ് ഇതേപോലെ പറഞ്ഞിരുന്നു. കോൺഗ്രസ്സുകാർക്ക് ഒരിക്കൽ പോലും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമായിരുന്നു അതും അദ്ദേഹത്തിൻ്റെ പേര് മഹാത്മാഗാന്ധി എന്നാണ്. ഞാൻ ഒരിക്കലും ശശി തരൂരിനെ മഹാത്മാഗാന്ധിയായിട്ട് തുലനം ചെയ്യുകയല്ല. ഇനിയിപ്പോൾ ശ്രീകുമാർ അങ്ങനെയൊന്നും പറയേണ്ട കാര്യമില്ല. പക്ഷേ അന്ന് മഹാത്മാഗാന്ധി കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റി നെഹ്റുവും പട്ടേലൊക്കെ എടുത്തുള്ള പല തീരുമാനങ്ങൾക്ക് എതിരായിട്ടുള്ള നിലപാടാണ് എടുത്തിരുന്നത്. അവർ അദ്ദേഹത്തെ അവഗണിച്ചല്ലോ. നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ അതിൻ്റെ വിഭജനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഈ ഗാന്ധി എന്ന് പറയുന്ന മനുഷ്യനെ മൂലക്കിരുത്തിയിട്ടാണല്ലോ ചെയ്തത്. സത്യത്തിൽ അങ്ങനെ മൂലക്കിരുത്താം. ശശി തരൂരിനെയും മൂലക്കിരുത്തുന്നതിൽ തെറ്റൊന്നുമില്ല. ശശി തരൂർ പറഞ്ഞ കാര്യം സത്യത്തിൽ ഗാന്ധിയുടെ രീതിയുണ്ട്. കാരണം എതിരാളി ചെയ്തതാണെങ്കിൽ പോലും അതിൽ നല്ല കാര്യമുണ്ടെങ്കിൽ ആ നല്ലതിനെ അംഗീകരിക്കുക, അതിൽ തെറ്റുണ്ടെങ്കിൽ തെറ്റായിട്ട് കർക്കശമായിട്ടും തെറ്റിനെ വിമർശിക്കുക എന്ന് പറയുന്ന ഒരു രീതി അത് എല്ലാ കോൺഗ്രസ്സുകാരും അംഗീകരിക്കില്ല. പ്രായോഗിക രാഷ്ട്രീയത്തിൽ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുകയില്ല. കാരണം ഇപ്പം ഈ സതീശനോ അല്ലെങ്കിൽ KPCC പ്രസിഡൻറ്റോ അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയൊക്കെ പറഞ്ഞ നിലപാടിനോട് എനിക്ക് വിയോജിപ്പുന്നില്ല. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അധികാരം കിട്ടുക എന്നുള്ളതാണ്. ശശി തരൂരിൻ്റെ നിലപാട് അധികാര രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒന്നല്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കരുത്. ഇങ്ങനെ പ്രതികരിക്കും. അങ്ങനെയാണെങ്കിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് എന്തിനാണ്? തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നിടത്താണ് പ്രശ്നം. തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കാതിരിക്കാമല്ലോ. ശശി തരൂർ ഞാൻ മത്സരിക്കും എന്ന പിടിവാശി കാണിച്ചിട്ട് മത്സരിച്ച ആളല്ലല്ലോ. കഴിഞ്ഞ തവണ അദ്ദേഹത്തിന് വേണമെങ്കിൽ അദ്ദേഹത്തിന് കഴിഞ്ഞ തവണ മാറ്റി നിർത്തുമെന്നൊക്കെ ഒരു പ്രചാരം ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ മാറ്റി നിർത്താമായിരുന്നു. പക്ഷേ ശശി തരൂരല്ലാതെ മറ്റൊരാൾ ആ മണ്ഡലത്തിൽ മത്സരിച്ചാൽ ജയിക്കില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് കോൺഗ്രസ്സുകാർ അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കിയത്. അപ്പോൾ അദ്ദേഹം മത്സരിക്കില്ല എന്ന് പറയുന്നതിനേക്കാൾ അത് അദ്ദേഹത്തിന് വേണമെങ്കിൽ പറയാം, എനിക്ക് മത്സരിക്കാൻ താല്പര്യമില്ല എന്ന് പറയാം. പക്ഷേ അതിനേക്കാളൊക്കെ എളുപ്പമാണല്ലോ. നിങ്ങൾക്ക് സീറ്റില്ല. കഴിഞ്ഞ തവണ പ്രതാപന് സീറ്റ് കൊടുത്തില്ലല്ലോ. പ്രതാപൻ ജയിച്ച സ്ഥാനാർത്ഥിയായിരുന്നില്ലേ, ജയിച്ച ആളായിരുന്നില്ലേ, അദ്ദേഹത്തിന് സീറ്റ് കൊടുത്തില്ല. അതേപോലെ ശശി തരൂരിന് ഇത്തവണ സീറ്റില്ല. അദ്ദേഹം പ്രത്യേകിച്ച് ഇത്തരം ഘട്ടങ്ങളിലൊക്കെ പ്രശ്നമുണ്ടാക്കുന്ന ആളാണെന്ന് പറഞ്ഞ് മാറ്റിയെടുത്താം. പക്ഷേ അന്ന് വന്ന വാർത്തകൾ, കോൺഗ്രസ്സുകാരുടെ തീരുമാനമനുസരിച്ച് പുറത്തു വന്ന വാർത്തകൾ, ആ മണ്ഡലത്തിൽ ജയിക്കാൻ ശശി തരൂരെ പറ്റൂ, വേറെ ആളാണെങ്കിൽ ജയിക്കാൻ പറ്റില്ല എന്നുകൊണ്ടായിരുന്നു അദ്ദേഹത്തിന് ഇപ്പോൾ ഇവിടെ ശ്രീകുമാർ പറഞ്ഞ 15,000 വോട്ടേ അദ്ദേഹത്തിന് ഭൂരിപക്ഷം കിട്ടിയുള്ളെങ്കിൽ പോലും അത് ജയിച്ചോ എന്നുള്ളതാണ് പ്രശ്നം. അദ്ദേഹത്തിൻ്റെ നിലപാടുകളോട് നമുക്ക് യോജിക്കണമെന്നില്ല.
ഞാൻ അദ്ദേഹത്തിൻ്റെ നിലപാട് കൂടി യോജിക്കുന്നില്ല. പക്ഷേ എന്നാൽ പോലും അദ്ദേഹം എടുക്കുന്ന ആ ഒരു രീതിയുണ്ടല്ലോ, അത് അദ്ദേഹം പറയും. എനിക്ക് ചില കാര്യങ്ങൾ, എനിക്ക് ബോധ്യമായ കാര്യങ്ങൾ, ശരിയെന്ന് തോന്നിയ കാര്യങ്ങൾ അതേപടി പറയും. ശശി തരൂർ തന്നെ പലപ്പോഴും ശക്തമായിട്ട് ഈ LDFനെ ആണെങ്കിലും മോദിയെ ആണെങ്കിലും വിമർശിച്ചിട്ടുണ്ട്. അതിരൂക്ഷമായിട്ട് മോദി സർക്കാരിനെ പാർലമെൻറ്റിൽ ഗംഭീരമായിട്ട് നമ്മൾ കേട്ടിരുന്നു പോകുന്ന രൂപത്തിലുള്ള വിമർശനങ്ങൾ നടത്തി. അതൊക്കെ ചെയ്തിട്ടുണ്ട്. അത് നിഷേധിക്കാൻ പറ്റില്ല. പക്ഷേ ഈ അമേരിക്ക സന്ദർശനത്തെ അതൊരു നല്ല നീക്കമായി, അമേരിക്ക സന്ദർശനത്തിൽ എന്താണ് അവസാനം നമുക്ക് കിട്ടിയത് എന്നുള്ള കാര്യം കൂടി നിൽക്കുകയാണല്ലോ. അവിടെ തീരുവയുടെ കാര്യത്തിൽ അടിയറ വന്ന് തിരിച്ചു വന്നിരിക്കുകയാണ്. അതുമാത്രമല്ല, ഇന്ത്യക്കാരെ എങ്ങനെയാണ് ചങ്ങലക്കിട്ട് ഇങ്ങോട്ടേക്ക് അയച്ചത്, ഈ വിഷയത്തിലൊക്കെ ഇവിടെ പ്രതിപക്ഷം ശക്തമായി പ്രതികരിക്കുമ്പോൾ രാഹുൽ ഗാന്ധി അതിശക്തമായി പറയുന്നു. അദാനി ചോദ്യത്തിന് അദ്ദേഹം മറുപടി പറയാത്തതിനെ പരിഹസിക്കുന്നു. അപ്പോഴാണ് അദ്ദേഹം നേരെ തിരിച്ചുള്ള പ്രതികരണം നടത്തുന്നത്. അങ്ങനെ പാർട്ടിയെ പ്രതിരോധത്തിലാക്കിക്കൊണ്ട് ഒരു നേതാവിന് എത്ര കാലം മുന്നോട്ട് പോകാനാകും? തീർച്ചയായിട്ടും അദ്ദേഹം പറഞ്ഞല്ലോ, അദ്ദേഹത്തിൻ്റെ വിമർശനം നേരത്തെ പറഞ്ഞല്ലോ, അദ്ദേഹത്തിൻ്റെ എല്ലാ വിമർശനങ്ങളോടും അദ്ദേഹത്തിൻ്റെ എല്ലാ നിലപാടുകളോടും നമുക്ക് യോജിക്കാൻ പറ്റണമെന്നില്ല. അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ബോധ്യപ്പെട്ട കാര്യമായിരിക്കാം. അതിനെ നമുക്ക് ചോദ്യം ചെയ്യാം. എന്തുകൊണ്ടാണ് ശശി തരൂർ അമേരിക്കയിൽ, ഇപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് അറിയാം, അവിടെ നിന്ന് ഇന്ത്യക്കാരായിട്ട് ആളുകളെ അവർ അനധികൃത കുടിയേറ്റക്കാരാണെന്നുള്ള പേരിൽ ചങ്ങലക്കിട്ട് ഇവിടേക്ക് അയച്ച കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാം. ഒരിക്കൽ പോലും നമുക്ക് യോജിച്ചു പോകാൻ പറ്റാത്ത നിലപാടുകൾ, ദേശീയ തലത്തിൽ മാത്രമല്ല അന്താരാഷ്ട്ര തലത്തിൽ നമുക്ക് യോജിച്ചു പോകാൻ പറ്റാത്ത നിലപാടുകളാണ് മോദി എടുക്കുന്നതെന്നും അതിനേക്കാൾ ഭീകരമായ നിലപാടാണ് പലപ്പോഴും ഈ ട്രംപ് എടുക്കുന്നതെന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പോൾ അങ്ങനെ ഉണ്ടാകുമ്പോൾ ഈ ശശി തരൂരിൻ്റെ ഈ ഒരു പ്രകീർത്തനം അത് തെറ്റാണെങ്കിൽ തെറ്റാണ് എന്ന് കർക്കശമായിട്ട് നമുക്ക് പറയാം, കോൺഗ്രസ്സുകാർക്ക് പറയാം. അവർ നടപടി ശശി തരൂരിനെതിരെ അദ്ദേഹത്തെ വർക്കിംഗ് കമ്മിറ്റിയിൽ നിന്ന് പുറത്താക്കുന്നതിനോടോ അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നതിനോടോ വിയോജിപ്പൊന്നുമില്ല. ശശി തരൂർ ചെയ്യുന്ന കാര്യങ്ങൾ അദ്ദേഹം പലപ്പോഴും ചെയ്യാറുള്ളത് പോലെ അദ്ദേഹത്തിന് ബോധ്യമാണ്. ആ ബോധ്യത്തെ വിമർശിക്കാനുള്ള അവകാശം നമുക്കുണ്ട്. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദവിയിൽ ഇരുന്നു കൊണ്ട് ഈ മറ്റു ചില ബോധ്യങ്ങൾ ഇങ്ങനെ വിളിച്ചു പറയാമോ എന്നുള്ള ചോദ്യം കൂടി ഉണ്ടല്ലോ. ഒരു രാഷ്ട്രീയ പാർട്ടിയും അത് അംഗീകരിക്കില്ല. CPM-ലെ ഒരു പോളിറ്റ് ബ്യൂറോ അംഗത്തിന് കോൺഗ്രസിലെ ഒരു സർക്കാരിനെ പുകഴ്ത്തിക്കൊണ്ടൊരു ലേഖനം എഴുതാൻ പറ്റുമോ? ഇല്ല, അങ്ങനെ ചെയ്യാൻ പറ്റില്ല. BJP-ക്കും അത് പറ്റില്ല. അപ്പോൾ കോൺഗ്രസിൻ്റെതായ പാർട്ടിയുടേതായ ജനാധിപത്യ രീതികളുണ്ട്. പക്ഷേ അപ്പോഴും ഈ രൂപത്തിലേക്കൊക്കെ ആ ജനാധിപത്യ സംവിധാനം അല്ലെങ്കിൽ ആ സ്വാതന്ത്ര്യം വേറെ രൂപത്തിൽ ഉപയോഗിക്കുന്നതിനെ നേതാക്കൾ അംഗീകരിക്കുന്നില്ല എന്ന് വേണം ഇപ്പോൾ വന്നിരിക്കുന്ന പ്രതികരണങ്ങൾ കാണാൻ. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.